ഘട്ടവും തലമുട്ടയടിച്ചപ്പം കല്ലുമഴ പെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സെറ്റപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ. ബ്ലാസ്റ്റേഴ്സിന് പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ പുതിയൊരു പരിശീലകനെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള താരങ്ങളെയും കൊണ്ടുവന്ന ശേഷം നമ്മൾ പോയിന്റ് പട്ടികയിൽ മുകളിലേക്ക് അടിവെച്ച് കയറി തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അവിടെയും ബ്ലാസ്റ്റേഴ്സിനെ വേട്ടയാടാൻ ദുരന്തം പരിക്കിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സ്ക്വാഡിൽ 3 താരങ്ങളാണ് പരിക്കിൻ്റെ പിടിയിൽ. ഞാൻ ലേറ്റാണ്, എനിക്കറിയാം, കുറേ പ്രശ്നങ്ങൾ കാരണമാണ് ലേറ്റ് ആയിരുന്നു. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് വെറുപ്പിക്കുന്നില്ല, ബട്ട് സമയമാകുമ്പോൾ പറയാം. കരീം ബെനാരിഫ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ സൂപ്പർ താരമായ പുള്ളിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. അതുകൂടാതെ ഡാനിഷ് ഫറൂഖ് ഫിട്ട്, പുള്ളിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗിലെ മികച്ച പ്രകടനം കണ്ട് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന ആൽത്തമാവിയ എന്ന നമ്മുടെ സ്വന്തം അമാവിയയ്ക്ക് കണങ്കാലിനേറ്റ പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സീസണിൽ പൂർണ്ണമായിട്ട് നമുക്ക് അമാവിയയുടെ സേവനം ലഭ്യമാകില്ല. ഡാനിഷും കരീം ബെനാരിഫും നിലവിലെ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട്. കഴിഞ്ഞ മത്സരത്തിൻ്റെ കാര്യത്തിൽ അവർ എപ്പോൾ റിക്കവറായി ടീമിനോടൊപ്പം ചേരും എന്നറിയില്ല. അവർ പരിക്കിനോടൊപ്പം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും. പക്ഷേ അമാവിക്ക് സീസൺ റൂൾ ഔട്ടാണ്. നിലവിലെ 3 താരങ്ങളാണ് ഇഞ്ചുറി ലിസ്റ്റിലുള്ളത്.